ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഇനി പറയാൻ പോകുന്ന വിഷയം, എല്ലാ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിൽ അതില്ല. ഇവരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ജീവിതം എത്രത്തോളം അള്ളാഹുവിലേക്ക് അർപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓരോ വിഷയം എടുത്തു. ഇന്ന് പറയുന്ന വിഷയം വിശപ്പിന്റെ കാര്യമാണ്. ഒരു നേരം വയറ് നിറക്കാൻ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വിഷമം എത്രയാ? വേറെ നിറച്ചെങ്കിലേ സമാധാനമാകുള്ളൂ. അത് എന്തൊക്കെ ഉണ്ടാക്കണം, ഏതൊക്കെ ഭക്ഷണം നമുക്ക് വേണം എന്നാ നോക്കാം. മഹാന്മാർ അങ്ങനെയല്ല. ശിദ്ദത്തുൽ ജൂഇ, വിശപ്പ് നല്ല കഠിനമുള്ളവരായിരുന്നു അവരുന്നു. നല്ലോണം വിശന്ന് പറഞ്ഞ് ജീവിക്കുന്ന, തിന്നാൻ കിട്ടാത്തതുകൊണ്ടും മാറുന്നൊന്നും അല്ലത്. സെറയ്യായ വഴിയിലൂടെ തന്നെ ശരീരത്തെ വിശപ്പിട്ട് നല്ലോണം നോക്കുന്ന, അല്ലാതെ വെറുതെ കിടക്കല്ല. ശരയ്യായ കാഴ്ചപ്പാടിലൂടെ വിശപ്പ്, ഒരു ശരീരത്തിന്റെ വിശപ്പ് ശരീരത്തിന് ശരീഅത്ത് പ്രകാരം എന്താണ് എന്ന് നോക്കിക്കൊണ്ട് അതിനെ പരിശീലിപ്പിച്ച് കഠിനമായ വിഷമം നടത്തിയിട്ടുണ്ട് ശരീരത്തിലുടകൾ. ഇനി നോക്കൂ, ഇസ്ലാം അനുവദിച്ച രീതിയിലുള്ള ഭക്ഷണമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ യൗകുലൂഹു, അതവർക്ക് തിന്നാൻ പറ്റും. അങ്ങനെ തിന്നാൻ പറ്റുന്ന ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അവര്? തൗൽ അയ്യാമ വല്ലയാലിയ, രാപ്പകലുകൾ അവർ വയറ് ചുരുട്ടി വെക്കും. അല്ലേ? നമ്മുടെ നബിയും സ്വഹാബത്തും നല്ലോണം വിശന്നിട്ടില്ലേ? മദീനയിൽ ചെന്നപ്പോ ഇലകൾ ഭക്ഷിച്ചു. അവർ കാഷ്ടിച്ചത് നാൽക്കാലികൾ ആടുകൾ കാഷ്ടിച്ചതുപോലെ കാഷ്ടിച്ചു. അത്രത്തോളം വിശന്ന് വരഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ എത്രയോ തീ കത്താത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പട്ടിണി കടന്നിട്ട് പ്രസവിച്ച കഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ മഹാന്മാരൊക്കെ വിശന്ന് നല്ലോണം ജീവിച്ചിട്ടുണ്ട്. വഖദ് ജറബു, അവർ നല്ലോണം ശരീരത്തിട്ട് പഠിപ്പിച്ചു. നല്ലോണം വിശന്ന് വലഞ്ഞ് ജീവിച്ചു. എന്നിട്ടോ വജദുന്നൂറ കുല്ലഹു, ആ വിശപ്പിന്റെ കാഠിന്യത്താൽ അവർക്ക് കിട്ടിയ പ്രഭയുണ്ട്, മനസ്സിന്റെ അകത്തുള്ള പ്രഭ. ആ നൂറ് അവർക്ക് കിട്ടിയതാണ്. വൽ ഖൈറ, നന്മയും കിട്ടി. ഫീ ഖുലുവിൽ ബത്ൻ, വയർ കാലിയാവുക എന്ന വിഷയത്തിൽ. ഗ്യാസിന്റെയും കാസ്ട്രബിളിന്റെയും അതുപോലെ ഷുഗർ, പ്രഷർ, പിന്നെ സ്വാദമില്ലായ്മ, അങ്ങനത്തെ ഒരു വിഷയം ഒന്നുമില്ല. വയർ കാലിയായി കിടക്കുക ഒന്നുമില്ല വയറ്റിൽ. അപ്പോൾ ഒന്നുമില്ല, നന്മയാണ്, സുഖമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അത്താ കാലു, അവർ പറയാണ് ഫിൽ വിസ്രി സായിരി, ഇതുപോലുള്ള കാര്യത്തില് ഫിത്ബിലി ഇന്നമാ കാന സൗതു ഖവിയൻ ജുഹൂരിയൻ ലികൗനി ഖാലിൽ ജൗഫ്. വയറിന്റെ ഉള്ളിൽ ഇപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മുടെ ചണ്ടുണ്ടല്ലോ, മദ്ദമൊക്കെ, അതിമ കൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? മദ്ദനത്തിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. നല്ല ഫിറ്റിയ തോൽമങ്ങനെ കൊട്ടിയിട്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ? എന്നതുപോലെ വയറ് കാലിയായപ്പോൾ അതിന്റെ ഉള്ളിൽ നല്ല ശബ്ദങ്ങൾ, ഗൗരവമുള്ള ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാണ്. അത്രത്തോളം പറഞ്ഞുപോയി എന്നാണ്. അതുപോലെ വിശപ്പ് എത്രമാത്രം ശക്തമായി ഉണ്ടാക്കി. ഒക്കത്ത് കാലു, അവര് പറയുന്നത് എന്താ നോക്കുക, നമ്മളോടാ പറയണത്, നമ്മളോട് തന്നെ പണ്ഡിതന്മാരോട്. ആലിമി, ഒരു പണ്ഡിതന് അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ത്? അല്ലാ യസ്യഖത്തു, ഒരിക്കലും വയറ് നിറക്കാതിരിക്കുക. തിന്നണ്ടെന്നല്ല പറഞ്ഞു, വയറ് നിറക്കരുത്. ലാസിയ്യമ, പ്രത്യേകിച്ചും അയ്യാമ തൈലീഫി, രചനകൾ ഉണ്ടാക്കുന്ന ദിനം. നോവൽ എഴുതും, അല്ലെങ്കിൽ കഥ എഴുതും, ലേഖനം എഴുതും, കിതാബ് എഴുതും, ഇങ്ങനെ എഴുതി രചിക്കുന്ന സമയം ഉണ്ടാവും. അത്തരം ദിനങ്ങൾ വയറ് നല്ലോണം കഴിക്കാതെ വിശന്ന് കാലിയാക്കിക്കൊണ്ടിരിക്കണം നല്ലത്. വയറ് നിറക്കരുത്. പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചെന്ന ഭക്ഷണം കൊശിയില്ലെങ്കിൽ എന്തായിരിക്കും? അപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്ത സ്ഥലത്ത് എന്താ ഭക്ഷണത്തിന്റെ നമ്മൾ വന്ന് ചോദിക്കൂ, നമുക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിത്തരാന്ന് പറയും, ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ട്. അവിടൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. നമുക്ക് ഇന്നത് വേണം, ഇന്നത് വേണ്ടാന്ന് നമ്മൾ പറയാൻ നിൽക്കണ്ട. നമുക്ക് പറ്റുന്നത് തന്നെ എടുത്തിട്ട് അത് തന്നെ വയറ് നിറക്കാൻ തിന്നുകയാണ് വേണ്ടത്. അതാലിക്ക, ഇങ്ങനെ രചനകൾ ഉണ്ടാക്കുന്ന ജനങ്ങളിൽ വയറ് നിറയ്ക്കരുത് പറയാൻ കാരണം അല്ലാ യഅ്ജുബ അൻ കമാലിൽ ഫഹ്മി ബിൽ ഖുർആനി വൽ ഹദീസ് വൽ ഫിഖ് വ ഇദാലിക.
വിശുദ്ധ ഖുർആൻ, നബി ചര്യ, ഹദീസ്, കർമ്മശാസ്ത്രം, മറ്റു പല വിജ്ഞാനങ്ങളും അതിലൂടെ മനസ്സിലാക്കുമ്പോൾ പരിപൂർണത കിട്ടും. ആ പരിപൂർണത തൊട്ട് മറക്കലില്ലാതിരിക്കാൻ മറ ഉണ്ടാവും. ആ മറ ഇല്ലാതിരിക്കുവാനാണ് വയറ് നിറക്കരുത് എന്ന് പറഞ്ഞത്. വയറ് നിറച്ചാൽ വേണ്ടത്ര പഠിക്കാൻ കഴിയൂല, വേണ്ടത്ര ബുദ്ധികൾ കയറൂല. കാരണം വയറ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ശരീരം ഇങ്ങനെ പലതും ഇച്ഛിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ബുദ്ധി വേണ്ടതുപോലെ കൈകാര്യം ചെയ്യൂല. ബുദ്ധി വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ വയറ് കാര്യമാവണം എന്നർത്ഥം. ഉപദാലിക്ക എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അന്ന ഫഹമ വയറ് നിറച്ചവന്റെ മനസ്സിലാക്കലും ബുദ്ധിയും യഖൂറുദായിഫ, അത് ദുർബലതയെ ഉണ്ടാകുള്ളൂ, ശക്തി ഉണ്ടാവില്ല. എന്നിട്ട് മഹാൻ പറയാണ്, ഒമൻ ശക്ക, ആർക്കെങ്കിലും ഈ പറഞ്ഞ വിഷയം സംശയമുണ്ടോ, നഫൽ യുജരിബ്, അവൻ പരിശോധിച്ച് നോക്കിക്കോട്ടെ, അത് അനുഭവിച്ചറിയുക എന്നാണ്. വഖദ് അദ്റക്നാ ജമാഅത്തൻ കസീറത്തൻ മിനൽ ഫുഖറാഇ, സാധുക്കൾ അധികം പണ്ഡിതന്മാരെന്നും, സാധുക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്തിലേക്ക് ആശിച്ചവരെന്നർത്ഥം. അതിൽ അധികം ആൾക്കാരെ നമ്മൾ എത്തിച്ചു. കാനു റളിയല്ലാഹു അൻഹു, അവരൊക്കെ എങ്ങനെയായിരുന്നു അറിയോ, അലാ ഖദമി സിദ്ഖ് ഫിൽ ജൂഇ, വിശപ്പിലുള്ള അവിടെ സത്യത്തിന്റെ കാലടിപ്പാട്, നല്ല സത്യത്തിൽ ഉറച്ചോളം നിന്ന് വിശപ്പിന്റെ കാര്യത്തിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ അത്താക്കാനായതും ആ സാധുക്കൾ ഒരാളും ലായതുകൾ ഖലാ, ബാത്റൂമിലേക്ക് അവർ പ്രവേശിക്കാത്തവരായി, ഇല്ല കുല്ല സബഅത്തി അയ്യാമി മറത്തൻ, എല്ലാ 7 ദിവസത്തിൽ ഒരിക്കൽ, 7 ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കലും തണ്ടാത്തിൽ പോകുള്ളൂ, അല്ല പോകൂല. എന്തുകൊണ്ട്? ഹയാമിൻ അല്ലാഹി തആല, അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നാണമുള്ളത് കൊണ്ട്. എന്താ നാണം? അയ്യകുസുറ തറദ്ദുദുൽ ഖലാഇ വഹുവ മഗ്ശൂമുൽ ഔറത്തി, എപ്പോഴും രാത്രിയും രാവിലെയും പകലും മൂന്നും എപ്പോഴും ദിവസം എപ്പോഴും ഇങ്ങനെ തണ്ടാസിലേക്ക് പോയ, ഇങ്ങനെ തണ്ടാസിലേക്ക് പോയി വരൽ അധികരിക്കുക എന്നുള്ള കാര്യം അള്ളാന്റെ ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ ഇവർക്ക് നാണാം. കാരണം അവിടെ കവർത്ത് വെളിവാക്കി ഇരിക്കേണ്ടതാണ്. ആ നാണം വെച്ചിട്ട് ഒരു വയറ് കാലിയാക്കി ജീവിച്ചു. തണ്ടാസിലേക്ക് 7 ദിവസം കൂടുമ്പോൾ പോകുള്ളൂ. അപ്പൊ നോക്കുവാണ് ജീവിതം. നമ്മളങ്ങനെയാണോ? നല്ലോണം ബീഫക്കുറ്റി നടക്കുമ്പോൾ അങ്ങ് നിറക്കും, കബ്സേ മന്തിയോ കുന്തിയോ എന്തേലൊക്കെ എടുത്തിട്ട് പൊള്ളറക്കും. എന്നിട്ട് ദഹിച്ച് കിട്ടാനിട്ട് നമ്മൾ എന്താക്കും, ഒരു മറ്റേ ശവനപ്പോ അതൊക്കെ വാങ്ങിട്ട് അടിച്ചു കയറ്റും. ഇതാണ് നമ്മുടെയൊക്കെ ജീവിത രീതി. എന്നിട്ടോ വയറ് നിറച്ചാൽ ചിലപ്പോൾ സോദര കമ്പിയേക്കാണ്, അതിന് ഡോക്ടറെ കാണേണ്ടതുണ്ടാവും, അതിന് മരുന്ന് വാങ്ങണം, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, അല്ലെങ്കിൽ ഗ്യാസൊക്കെ നിറഞ്ഞിട്ട് ഇതൊക്കെ തീറ്റ കൊണ്ട് വരുന്നതാണ്. ഈ വിഷയമൊന്നും ഈ മഹാന്മാർക്കില്ലാതെ. മഹാനവരുടെ കാര്യം അറ്റമായി. എവിടേക്ക്? ഇലാ അൻ സ്വാറ യതവല്ലൗ ഫീ കുല്ലി ഇസ്നൈ അശറ യൗമൻ മറ, 12 ദിവസത്തിൽ ഒരിക്കലാണ് മഹാനവർ ഒന്നുണ്ടാക്കുക. അത്രത്തോളം മഹാന്റെ കാര്യത്തിൽ പോയി 12 ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കൽ ഒന്നുണ്ടാക്കും. അപ്പൊ ആ 12 ദിവസം ഒരു ഒന്നു മദീനാണ്. അത്രത്തോളം ഇന്ന് മഹാനവറുകൾ. നമ്മളാണെങ്കിലോ മിനിറ്റിന് നമുക്ക് ഇങ്ങനെ കീവായി പോകും, അല്ലെങ്കിൽ തണ്ടാത്തിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ മൂത്രിക്കേണ്ടി വരും. നമുക്കൊരു വട്ടം എത്ര ഒന്നുണ്ടാക്കണം ഒരു ദിവസം? ഇവർക്ക് അതൊന്നും വേണ്ട. ഒക്കെ നിൽക്കാന മഹാനവറുകൾ ആയി സയ്യിദി അലി സഹാവി അൽ മഷ്ഹൂർ റുഐബ് എന്ന പേരുകൊണ്ട് പ്രചാരമുള്ള അലി ഷഹാബി എന്ന് പറയുന്ന മഹാൻ. ആ മഹാനെ പോലെയായി ആര്? ഷെയ്ഖ് താജുദ്ദീൻ ദാക്കിർ എന്ന് പറയുന്ന ആള്. മഹാനവറുകൾ ആരെ കണ്ടാലും പറയും, നിങ്ങൾ വിശപ്പ് നല്ലോണം വേണം കിട്ടോ, വയറ് നിറക്കരുത്, വയറ് കാലാക്കിക്കൊണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പോയപ്പോ ഒരു മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹു സിലാഹുൽ മുഅ്മിനി, സത്യവിശ്വാസ ആയുധം വയറ് കാലിയാവലാണ്, ദീപക്കുറ്റി പോലെ നിറക്കലല്ല. അപ്പൊ സാഹിബുൽ ജൂഅ്, വിശപ്പുള്ള ഒരു മനുഷ്യൻ, ഇല്ലം യുതിഇല്ല, അവൻ അല്ലാഹു തആലാക്ക് ആരാധിച്ചിട്ടില്ലെങ്കിൽ, ലം യഅസി, അവൻ അല്ലാഹു തആലാക്ക് എതിർ ചെയ്യുന്നവനാവില്ല, തെറ്റിനെ കഴിയുന്നവനെ കൊണ്ട്. കാരണം എന്താ? ഈ അദ്മി വുജൂദി ദാഇ യദ്ഉഹു ഇലൽ മആസി, തെറ്റിലേക്ക് അവനെ ക്ഷണിക്കുന്ന ഒരു ക്ഷണിതാവും അവിടെ ഇല്ല. അങ്ങനെ ക്ഷണിക്കാൻ പറ്റുന്ന ഒരു ശരീരത്തിലില്ലല്ലോ. കാരണം വെള്ളമില്ല, വറ്റുമില്ല, ഒന്നുമില്ല, അവൻ വികാരം ഒന്നും ഉണ്ടാവൂല. അപ്പൊ തെറ്റ് എന്തായാലും അവനെ കൊണ്ട് കഴിയൂല. ഇങ്ങനെയാവുമ്പോ
വർഷങ്ങൾ മുഴുവനും നോമ്പ് നോറ്റ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന മഹാൻ. മൂപ്പരുമ വലതു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മഖ്ശൂബുർ റൈസ് എന്ന് പറയുന്ന മഹാൻ. ഓലൊക്കെ വർഷം മുഴുവൻ നോമ്പ് വെക്കും. വസാറ കൊല്ലും മിൻകുമ, ഇവ രണ്ടിൽ നിന്ന് എല്ലാവരും ആയി ഈ ഓയത്തിൻ നൂറാനിയ, അങ്ങേ അറ്റത്തുള്ള പ്രമയിൽ ഹിമ്മ, അങ്ങേ അറ്റത്തുള്ള മനക്കരുത്തിനുമായി അവർ രണ്ടുപേരും. അതെന്തുകൊണ്ടാണ്? അവരിങ്ങനെ നോമ്പ് നോറ്റ് വിശന്നതിന്റെ അതുകൊണ്ട് പറയുകയാണ് ഷഹറാനിമ വത്തമയാഹി, എന്റെ സഹോദരാ നീ തുറന്നു തലപ്പ കവിതാലിക്ക, ആ വിഷയത്തിൽ നിന്നിൽ മുന്നിൽ കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്, ഓരോ കൂടെ തുറന്നോ. വലാത്തവുകൾ നീ തിന്നരുത്, എല്ലാമായ ജോൻ ഷദീദ്, അതിശക്തമായിരിക്കുന്ന വിശപ്പ് വരണം. ആ വിശപ്പുണ്ടായതിന് ശേഷമേ തിന്നാവൂ, അല്ലെങ്കിൽ തിന്നരുത്. എന്താണെന്നറിയോ? അങ്ങനെ തിന്നു കഴിഞ്ഞാൽ നിന്റെ ഇറങ്കൊടലിൽ എന്താക്കും അറിയാമോ? അതിങ്ങനെ കത്തിപ്രകാശിപ്പിക്കും, നിന്നത് കുത്തിക്കൊണ്ടേയിരിക്കും. വിശപ്പേ നിന്നിങ്ങനെ നോവിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ആ വയറിന് വേണ്ട ഭക്ഷണങ്ങൾ വേവിക്കൽ കൊണ്ട് എന്താണ് പ്രകൃതിയാൽ ജോലിയാക്കുന്ന ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. അവങ്ങനെ വേദനിപ്പിച്ചും അതിന് ആമാശയത്തെ കത്തിപ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ലോണം വിശന്നിട്ട് നിന്നാ മതി. എന്റെ സഹോദരായി കാര്യം നീ മനസ്സിലാക്ക്, അതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും ചെയ്തോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ കഠിനമായ വിശപ്പിലൂടെ ശരീരത്തെ പാകപ്പെടുത്തി അള്ളാഹ്ക്ക് ഇബാദത്തിനുമായി കഴിഞ്ഞുകൂടിയാൽ ആ മനുഷ്യൻ നല്ല പ്രബലപിക്കുമെന്നാണ്. മഹാന്മാരുടെ സ്വഭാവം അവരുടെ അടുത്ത് വെച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ആത്മാർത്ഥതയില്ല എന്ന് തെളിവുകൊണ്ടവർ അറിഞ്ഞാൽ, അപ്പൊ നമ്മളടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരാത്മാർത്ഥതയില്ല. എന്തിന്? വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മേൽ അവരെന്താണ് ദായിമാവണം. അങ്ങനെ ദായിമാവാൻ എന്തില്ല? പിന്നെ ഈ വിദ്യാർത്ഥിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമല്ല, പഠിക്കണമെന്നൊരു ചിന്തയുമില്ല, ഒരാത്മാർത്ഥതയുമില്ല. ഇത് തെളിവ് കൊണ്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പക്ഷേ അതുകൊണ്ടൊക്കെ ആണെങ്കിലും ഒരാക്കില്ലെങ്കിലും അവർ അള്ളാഹുവിലേക്ക് നേരിടുകയാണ്. യുദ്ധായി പ്രാർത്ഥനയിൽ ലഹു, ഈ കുട്ടിക്ക് വേണ്ടി മീസ്ലാഹി നീയത്ത് നന്നാക്കിക്കൊണ്ട് നല്ല നീയത്തോടുകൂടി ആ കുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇങ്ങനെ അവൻ നേരിടുകയാണ്. ഇതാണ് ഒരു ചെയ്യുന്ന പണി. നോക്കൂ, നമ്മളടുത്ത് കുട്ടികൾ പഠിക്കുമ്പോ അനുസരിക്കണമെങ്കിൽ തന്നെ ഇവിടെ എന്തെല്ലാം കാട്ടും. ഇതങ്ങനെ ഇങ്ങനെ ഇതല്ല, പഠിക്കണില്ലാന്ന് കണ്ടാൽ തന്നെ നല്ലൊരു നീയത്ത് വെച്ചിട്ട് ആർക്കും കുട്ടി നന്നാവാൻ വേണ്ടി അങ്ങനെ പോയി ഉജറൂരവും വയ്യാകും. അവർക്കും ഇവർക്കും എന്താകും? ആ കുട്ടിക്കൊക്കെ കൂലി നൽകപ്പെടും. പലാ എത്തുറക്കൂനത്തെ അയിലീമഹു, കുട്ടിയെ പഠിപ്പിക്കുന്ന കാര്യം അവർ ഉപേക്ഷിക്കുകയില്ല, അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ചെയ്യണെന്താ? ഫൈന്നദാലിക്കൽ മുറാദി ഷാരി, അതൊക്കെ ഷാരിയുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. വിജ്ഞാനം എന്നുള്ളത് അതിനെ വഹിക്കപ്പെടും. രണ്ട് കാര്യത്തിന് വേണ്ടി വിജ്ഞാനം വഹിക്കപ്പെടും. ഒന്നെന്താ? അമലിബിഹി, ആ വിജ്ഞാനം അനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി. ഒരു ഇഹിയായി ശരീഅത്തി ബിഹി, അറിവ് നേടിയിട്ട് ഇസ്ലാമിക നിയമങ്ങളോട് ജയിപ്പിക്കാൻ വേണ്ടി. ഈ രണ്ട് കാര്യം അവിടെ ഉണ്ടാവും. ഫസായിബുഹു, അപ്പോൾ ഇൽമു പഠിച്ച ഒരാള് മഅ്ജൂർ, അയാൾ കൂലി കിട്ടുന്നതാണ്. അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും. ഇമ്മാ അജ്റൻ കാമിലൻ, പരിപൂർണമായ കൂലിയായിരിക്കാം, അല്ലെങ്കിൽ ഔ അജ്റൻ നാഖിസ, ചെറിയ കൂലിയായി. എന്തായാലും വേണ്ടില്ല, ഇൽമുള്ള ആളുകൾക്ക് എപ്പോഴും അല്ല കൂലി നൽകുന്നതാണ്. വഖദ് ഖാല സയ്യിദി അലിയുൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ യഖൂലു, മഹാൻ പറയുന്നു, എന്ന് പറയുന്നു, മാ മിൻ ഹാമിൽ ഇൽമി, ഇൽമു വായിച്ച് നടക്കുന്ന ഒരാളും തന്നെ ഇല്ല, ഇല്ലാ വഹുവ യഅമലു ബിഹി,
ആ ഇൽമു കൊണ്ട് അവൻ അമൽ ചെയ്യുന്നവനായിട്ടല്ലാതെ ഇല്ല. അറിവുണ്ടോ അതനുസരിച്ച് അവൻ അമൽ ചെയ്യും. ഒലോബി ഹക്കി നഫ്സിഹി, അത് അവന്റെ സ്വന്തം നഫ്സിന്റെ ഹക്കിലാണെങ്കിൽ പോലും അറിവനുസരിച്ച് കഴിയും. ഇതർത്തകബൽ മആസിയ, അങ്ങനത്തെ ഈ അറിവുള്ളൊരു മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ അവൻ അറിവനുസരിച്ച് പ്രവർത്തിക്കും. എന്താ കാരണം? ഈ അന്നഹൂയ തൂബു, അവൻ തൂബ ചെയ്യും, പക്ഷാതപിക്കും. വയന്തിമു, അവൻ ഖേദിക്കും. ഇതാ ബഖാബിഹ, ആ വിശ്വാസം അല്ല തെറ്റിൽ അവൻ സംഭവിച്ചാൽ അറിവുള്ളവർ അങ്ങനെയായിരിക്കും. അപ്പൊ ഒരു വിധി കൊണ്ടും അറിവില്ലാത്തൊരു മനുഷ്യനാണ് എങ്കിലോ മഹത്തത, അവന് സന്മാർഗം ലഭിക്കില്ല. എന്തുകൊണ്ട്? ലിക്കൗരിദാലിക്കദംബൻ, അറിവില്ലാതിരിക്കുന്നതിന്റെ കുറ്റമല്ലേ. അതുകൊണ്ട് വലാത്താപമെങ്കു, അത്തരം ഒരു തെറ്റിന് തൊട്ടാൽ മടങ്ങൂല്ല. അറിവില്ലാതായുള്ള കുഴപ്പതാണ്. അപ്പൊ ഈ പറഞ്ഞ ഐക്യത്തിലൂടെയാണ് അവന്റെ ഇൽമനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. ഈ വൈകാന അവനായാൽ മനിർത്തക്കവ അൽമാസിയ, തെറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അവനെങ്കിൽ അവൻ അവന്റെ അറിവനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല. അല്ലാ മുസ്തലിഹിന്ദാസി, ജനങ്ങളുടെ ഭാഷയിൽ നോക്കിയാൽ തെറ്റൊക്കെ ചെയ്യണം, അപ്പോൾ ഒരു അറിവനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാം. നീ മനസ്സിലാക്കിക്കോ പറഞ്ഞത്. ഇൽമുള്ള ആൾക്ക് ഇൽമു ഉപകാരമാണ്. അലാ കൊല്ലി, എല്ലാ അവസ്ഥയിലും. വലം യസൽ ഇൽമു കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യന്റെ അറിവും ആയിക്കൊണ്ടിരിക്കും. അക്സറ, അധികമായിരിക്കും. ബിൻ ഇൽമിഹി, അവന്റെ ഇൽമിനേക്കാൾ ബി കുല്ലി അസ്രി, എല്ലാ കാലഘട്ടത്തിലും അവർ നേടിയ അറിവിനേക്കാൾ വലിയ അറിവായിരിക്കും ജനങ്ങൾക്കുള്ള എല്ലാവരും അറിവ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഒരു വിദ്യാർത്ഥി നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ പലതും കാട്ടിയേക്കാം, അവരെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത്. ആത്മാർത്ഥമായി അവർക്ക് ഇൽമു പഠിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. കുട്ടികളെ നന്നാക്കി എടുക്കണം, നാട്ടി വിടങ്ങി എന്നതിനർത്ഥം. അവന്റെ അഖിലാഖിയാഹു, അവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അസ്മുഖം, അവരുടെ നല്ല മനക്കട്ടി. അലൽ അമലി ബി ഇൽമി കുല്ലി ആലിമിൻ റഅൗഹു, അവര് കണ്ട ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ അത്തരം പണ്ഡിതന്മാർ അറിവനുസരിച്ചൊക്കെ ഒരു അമൽ ചെയ്യും. വലായഅ്തനിബിൽ അമലി ബിമാ അലിമ, ഓനെന്തറിഞ്ഞോ അത് മാത്രം അമൽ ചെയ്യുക. അങ്ങനെ അമൽ കൊണ്ട് ശ്രദ്ധിക്കൂല, പണ്ഡിതന്മാരെ വാക്കൊക്കെ കേൾക്കുന്ന അർത്ഥം. അങ്ങനെ പോയി അമലുന ബി ഇൽമിഹി, അവര് അവന്റെ ഇൽമനുസരിച്ച് പ്രവർത്തിക്കും. ഇതാ ചെയ്യാം. അലൂന സവാമദാലിക്ക, അങ്ങനെ വന്നിട്ട് ആ പ്രവർത്തിച്ചതിന്റെ ഫലം അവരാക്കും. ഈ സഹായി ആദൽ ആലിമി, ഈ പണ്ഡിതൻ ഏട്ടിലാക്കും. പറച്ചോനെ, ഈ പണ്ഡിതനാണ് ഞങ്ങൾക്ക് ഈ കാര്യമൊക്കെ പഠിപ്പിച്ചു തന്നത്, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചുണ്ടാക്കി പ്രവർത്തിച്ചതിന്റെ ഫലം ഈ പണ്ഡിതന്റെ ഏട്ടിലേക്ക് നീ ആക്കണേ എന്ന് പറയും. വയത്തുലുപൂന അജ്റഹും മിനല്ലാഹി തആല, അവർക്കുള്ള കൂലി അള്ളാന്റെ ഭാഗത്ത് ഒരു തേടും. ബാബിൽ മിന്നത്തി ഒരു ഫദ്ലി, ഗുണം, ശ്രേഷ്ഠത, ഔദാര്യം എന്നിവരും തേടും അവര്. കമാ അന്നഹും, ഏതുപോലെ അവർ ഇതാ ഖറഊബി ഇൽമി മിനൽ ഉലൂമി, ഇൽമുകളിൽ നിന്ന് ഏതെങ്കിലും ഇൽമു അത് വായിച്ചാൽ യജ്അലൂന സവാബ ദാലിക, ആ ഒരു വിജ്ഞാനം വായിച്ചതിൽ അതിന്റെ ഫലം അവരാക്കും. ലിൽ മുഅല്ലിഫി, അത് ആരാ രചിച്ചത് അയാൾക്കാക്കും. വലാ യുസാഹിമൂന ബിദാലിക, ആ വിഷയത്തിൽ ആ ഗ്രന്ഥങ്ങൾ രചിച്ച അല്ലെങ്കിൽ ഇൽമു രചിച്ചു തന്നതായ ആളുകൾ തിക്കിത്തർക്കം ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? ഈ അന്ന സവാബ കുല്ലി ഖൗലി, ഏതൊരു വാക്കെടുത്താലോ വാക്കിന്റെ പ്രതിഫലം ഈ കാര്യം അത് പറഞ്ഞാക്കല്ലേ ഉള്ളത്, അതുപോലെ തന്നെ ഇൽമുള്ളാക്കല്ലേ അതിന്റെ ഫലം. ഈ കാര്യം മനസ്സിലാക്കി വെക്കും. വലാക്കിന്നഹാദൽ അംറ, എങ്ങാനും ഈ കാര്യം ലായത്തലഖുബി, അതുകൊണ്ടൊന്നും താഴ്ത്തിക്ക് കിട്ടൂല. ഇല്ലാമൻ, ഒരുത്തരൊഴികെ കാന അദ്ദേഹമായി അശ്വകാല മൂമിനിന, മൂമിന മേലെ ഏറ്റവും സ്നേഹിക്കുന്ന ആളായി മാറി അയാൾ. പിന്നെ അമ്പുസി, അയാൾ സ്വന്തം അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ. ഇവരാരാണ്? ഇവർക്ക് ആ കാര്യം മനസ്സിലാകുള്ളൂ. അതെന്തുകൊണ്ട് അറിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാനബി തങ്ങൾക്ക് അനന്തരമായി കിട്ടിയ വിജ്ഞാനമാണല്ലോ. ആ ഒരു വിധി കൊണ്ട് എന്തായി അവർ ഏറ്റവും ഇഷ്ടമുള്ളവരായി സർവ്വഭൂമികളെ നേരിടുന്നത്. കമാ ബസത്തുൽ കലാമാലാദാലിക്ക, അതിന്റെ മേലെ ചർച്ച നമ്മൾ പരത്തി പറഞ്ഞതുപോലെ ഈ കിതാബിൽ ബിരൽ കുബ്ര, ബിരൽ കുബ്ര എന്നൊരു കിതാബുണ്ട്, അത് നോക്കിയാൽ കിട്ടുന്ന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതിനെ ഓരോന്നും പറഞ്ഞ് അള്ളാഹിനെ സ്തുതിച്ച് പറയുകയാണ്. അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി നോക്കാണ്.
അത്രത്തോളമാണ് അവരൊക്കെ അള്ളാന്റെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചത്. എങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാലും നമ്മളും അവരും എത്ര അകലെയാണ്. കടലും കടലാടിയും എങ്ങനെയുണ്ടോ അത്ര അടുപ്പം അകയാണ്. അള്ളാഹു നമ്മളെല്ലാരും നന്നാക്കി തരട്ടെ. ആ മഹാന്മാരുടെ ബർക്കത്തുണ്ട് അള്ളാഹ് നമ്മൾ കൈസിലാക്കി തരട്ടെ. നമ്മുടെ ഇൽമുകളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ധാരാളം ചൊരിക്കുമാറാവട്ടെ. നമുക്ക് ഈ ഇൽമു പടുത്തുക നമ്മൾ ഗുരുനാഥന്മാർ, അതിനുവേണ്ടി സഹായിച്ച മാതാപിതാക്കൾ, നാട്ടുകാര്, മറ്റെല്ലാവരും ഒക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകട്ടെ. ഈ ഇൽമിന്റെ ഫضല് കൊണ്ട് നമ്മുടെ ഗുരുനാഥന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.